മക്കളെ എങ്ങനെ ഉണ്ടാ മോനെ കൈ? കുഴപ്പമൊന്നുമില്ല. ഓ എന്നാ അമ്മ ഒരു കാര്യം പറയട്ടെ, എന്താ? ശ്രദ്ധിച്ചു കേക്കണം. സുമതി ഏട്ടത്തിയുടെ വക വല്ല എടാ മിണ്ടായിരടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്കുന്നേ. അതെ, നമ്മുടെ ഈ കുഴപ്പങ്ങൾക്ക് കാരണം ഞാനൊരു ജോലിസിനെ വിളിച്ചു. പുള്ളി പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എടാ നമ്മള് ജാതകം നോക്കാതെ, നീ ജാതകം നോക്കാതെ അല്ലേ ആ പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നത്? നിനക്കറിയാലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ ജാതകവും സമയം നോക്കിയൊക്കെ അല്ലേ ചെയ്യുന്നത്. ആ പെണ്ണിന് ചൊവ്വാദോഷം ഉണ്ടെന്ന്, ജാതകവും മോശമാണെന്ന്. അമ്മ ചൊവ്വയിലേക്ക് അടുത്ത വർഷം ഇവിടുന്ന് ആള് ടൂർ പോകും. അപ്പോഴാ ചൊവ്വാദോഷം കൊണ്ട്. ഞാൻ കാര്യം പറയുമ്പോ തമാശ കാണിക്കും. തമാശയല്ല, ഇതാ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ലോകവിവരം ഇല്ല. അമ്മയ്ക്ക് ലോകവിവരമൊക്കെ ഉണ്ട്. അതോ ഞാൻ നിന്നെ കൊണ്ട് പറയരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക് മോനെ. ദേ എന്തായാലും നീ വിളിച്ചോണ്ട് വന്നു, നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. തിരി ചെവി അറിയാതെ ആ പെണ്ണിനെ അങ്ങോട്ട് വിടും മോനെ. ദേ നോക്കും എന്തോരം നല്ല നല്ല ആലോചനകളാണ് വന്നെന്നറിയാമോ. നല്ല തറവാടുത്തുള്ള, നല്ല തറവാട്ട് പറഞ്ഞ പെമ്പിള്ളി, നല്ല സുന്ദരിമാര്. നമുക്ക് അതിലൊരെണ്ണത്തിനോ നോക്കാം. സുന്ദരിയും തറവാടും പൈസയൊന്നും അല്ല അമ്മ. ഇത് എത്ര വർഷമായി ഞങ്ങളുടെ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. അവളുമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഞാൻ അവൾക്ക് അമ്മയ്ക്ക് അറിയത്തില്ല. നാട്ടുകാരാകുമ്പോ പെമ്പിള്ളേര് ആമ്പിള്ളേരാകുമ്പോ പ്രേമിക്കും, അവര് ചിലപ്പോ ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോകുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ വിട്ടിട്ട് അവരവരുടെ ജീവിതം നോക്കും. അമ്മ നമ്മൾ ഒരു പെൺകൊച്ചിന് വാക്ക് കൊടുത്താൽ അത് വാക്കായിരിക്കണമല്ലോ. നിഖിലേ, അമ്മ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നാണ് ഞാൻ എങ്ങനെ അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നത്? അമ്മ എന്തു ഈ പറയുന്നേ? ഞാനിപ്പോ എന്നെ ചെയ്യും എന്റെ തമ്പുരാനെ? അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ട് മത്സരിച്ചോണ്ടിരിക്കുവോ? ഇങ്ങനെ എങ്ങനെ കാര്യങ്ങൾ? എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നതൊന്നും അനുസരിക്ക്. വെറുതെ നീ ഞാൻ പറയുന്ന അനുസരിച്ച നിനക്ക് എന്നെ കൊള്ളാം. ഞാൻ പറഞ്ഞ ആ പെങ്കൊച്ചിനെ കൊണ്ട് എന്റെ വീട്ടിൽ വിടണം, അപ്പൊ അവർക്ക് സന്തോഷമാവുമല്ലോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ നീ ഈ പെങ്കൊച്ചിനോട്ട് ജീവിക്കാൻ തുടങ്ങിയ ഒന്നേലും ഞാൻ, അല്ലെങ്കിൽ നീ, ഞാൻ തൂങ്ങിച്ചാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കും. ഞാൻ കടുകൈ കാണിക്കണോ? നിഖിലേ, ഇനി ഒരു സെക്കൻഡ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഷീസ് ക്രോസിംഗ് ദ ലിമിറ്റ്സ്. എല്ലാം സഹിക്കുന്ന ഒരു പരിധിയുണ്ട്. ഞാനേ പോവാ. എന്നൊരാൾ വിളിക്കും വേണ്ട, അന്വേഷിക്കും വേണ്ട. ബൈ. സമാധാനമല്ലേ? ഇപ്പൊ തൃപ്തിയായ? എനിക്കായി കുറ്റം. വേദന ഉണ്ട് ചേട്ടാ? അവള് പോയതിന്റെ അത്രയൊന്നും ഇല്ലല്ലോ. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ചേച്ചി അമ്മേനൊന്ന് ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്നാലും അവള് എങ്ങോട്ട് ഇറങ്ങി പോയതാന്ന് പറഞ്ഞു. കുറെ നേരം ആയില്ലേ പോയിട്ട്? ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ചേച്ചി ഇവിടുത്തെ സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ. ബാംഗ്ലൂരൊക്കെ കറങ്ങുന്നയാ. നിക്ക് എന്നാലും അമ്മ ഒരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല അവളുടെ ഒരു വികാരം. അത് പറയാതെ അമ്മ ഇങ്ങനെ അവളോട് ഷൗട്ട് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാലോ? എന്റെ പൊന്നേട്ടാ, അമ്മയ്ക്ക് അത് മനസ്സിലാകത്തില്ല. അമ്മ ഈ പണ്ടത്തെ മൈൻഡ് സെറ്റ് വെച്ച് നടക്കും. അമ്മ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ ഇപ്പോഴത്തെ ഒരു ഇതൊന്നും അമ്മ ആലോചിക്കത്തൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ വാശി, അമ്മയുടെ സന്തോഷം, അതിൽ മക്കൾക്ക് എന്ത് വേണമെന്നൊന്നും അമ്മ ആലോചിക്കത്തൊന്നുമില്ല. ഒന്നാമതെ അവളൊരു ന്യൂജൻ കുട്ടിയാണ്. അപ്പൊ അവളൊരു പുതിയതായിട്ട് വീട്ടിൽ നീ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴും അവര് നിന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നീയും തിരിച്ചവരോട് അങ്ങനെ പെരുമാറും. അത് രണ്ടുപേർക്ക് മനസ്സിലാവണ്ടേ? എന്റെ എല്ലാം ആവണം, ഞാൻ കാണിച്ചു കൊടുത്താൽ. ആ സുമതി എന്ന് പറഞ്ഞവരുണ്ടല്ലോ, നീ അവരെ നോക്കി വെച്ചാൽ നിനക്ക് അടുത്ത പാല വരാൻ പോകുന്നു. അവരെ ഇങ്ങോട്ട് വരട്ടെ. ഈ ജോലി അവർക്ക് ഇവര് ഒരു ഗ്രൂപ്പാ. ഇവര് ഒരുമിച്ച് വിളിച്ച് മറ്റുള്ളവരെ കുറ്റം പറിച്ചില്ല ഇവർക്ക് പണി. മോന്റെ വരെ കുറ്റ പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മ ആർക്കൊക്കെ നേരത്തെ മെസ്സേജ് നേരത്തെ കേട്ടു. പെൺകോന്തനാന്നോനിപ്പോ. അമ്മ അങ്ങനെ വലുതും പറയും. അമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ നിൽക്കുന്നതാണ്ടോ, അപ്പൊ എന്തോ പറയണ്ടേ? അച്ഛൻ അമ്മയുടെ താളത്തിനനുസരിച്ച് അച്ഛനെ കൊള്ളാണ്ടായിട്ടാ. അച്ഛൻ പാവോ, അതുകൊണ്ടാ. കൊള്ളാഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ നല്ലതാണെങ്കിൽ അമ്മ ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടാക്കും? ഒന്ന് ആലോചിക്കേ. സമാധാനം കിട്ടാൻ വേണ്ടി ആ പാവ ഈ കടങ്ങി നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. എനിക്കറിയാം നല്ലപോലെ. അവിടെ നിന്നുള്ള ജോലിയും കാര്യവും എല്ലാം കളഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയി. അവള് ഇറങ്ങിപ്പോയി. അവളുടെ വീട്ടുകാരോട് എന്ത് പറയുന്നു ആലോചിച്ച് നോക്കി. അവൾ അമേരിക്കയിൽ പോയി ജീവിക്കേണ്ട ഒരു പെണ്ണാണ്. അത് ഇവിടെ വന്ന് കിടന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഒരു പെണ്ണിന്റെ ഭാഷത്തിൽ ചിന്തിച്ചു നോക്കും. ഒരു വീട്ടിൽ വന്ന് കയറുന്നവള് ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു പരിപാടി സെറ്റ് ചെയ്താലോ? ഞാൻ ഒരു കാര്യം പറയാം, ചേട്ടാ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ? എന്താണ് നടക്കുന്ന കാര്യമില്ലാന്നോ? അതൊക്കെ സെറ്റ് ആക്കാം. ഈ അമ്മാരുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാന്നാടി കണ്ടില്ലേ? നിധി കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അതെ, നീയൊക്കെ എന്ത് പറഞ്ഞാലും ആ ജോത്സ്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അങ്ങനെ എനിക്ക് വിശ്വാസം. അങ്ങനെ പറഞ്ഞ അച്ചൊട്ട. അമ്മയുടെ ഈ ഒടുക്കത്തെ ജോത്സ്യന് ഏതൊരു ചേച്ചി വിളിച്ച് പറയുന്ന കാര്യം കിട്ടട്ടെ. ഇവിടെ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. എടി നിനക്ക് അല്ലെങ്കിലും ദൈവവിശ്വാസം ഇല്ല, വെറുതെ അല്ലടി.
കുറെ സപ്ലി അടിച്ച് വീട്ടിൽ ഇരിക്കുന്നത്. ഓ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു. ഞാൻ എഴുതിയെടുത്തോളാം. അമ്മ ആരാണ് ഇവിടെ ഈ കുടുംബത്തിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ആ ചേച്ചിക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം? അമ്മയ്ക്ക് ഇവിടെ മിണ്ടാതെ എനിക്ക് നടന്നാൽ മതിയായിരുന്നില്ലേ? ചേട്ടൻ ഇഷ്ടമുള്ള ഒരു ലൈഫ് തെരഞ്ഞെടുത്ത് അമ്മയ്ക്ക് എന്തിനാ ഇത്ര പ്രശ്നം? നീ അവരെ കണ്ടോണ്ട് വലിയ ആളാകരുത്. അവർ 2 ദിവസം കഴിയുമ്പോ അങ്ങ് ഇറങ്ങി പോകും. പിന്നെ നീ എവിടെ ഉണ്ടാവുള്ളൂ കേട്ടാ. ആരിറങ്ങി പോകാൻ? അവൾ എന്റെ കൂടെ നിൽക്കും, ഞാൻ അവളെ കൊണ്ടുപോകും. വെറുതെ അല്ല. ഇതൊക്കെ കാണാൻ അങ്ങേരും ഇവിടെ ഇല്ലല്ലോ. നാടകം കളിച്ച് നടക്കുമല്ലേ, നാടകം ഒന്നും പറഞ്ഞു. അച്ഛനും ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല. അച്ഛന് കഴിവില്ലാത്തതുകൊണ്ട് അമ്മ ഈ കിടന്ന് ഇതാവുന്നേ. അപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലോട്ട് വന്ന് കേറുന്നു. അമ്മയുടെ തല വെച്ചിട്ട് അമ്മയുടെ തലയിലല്ല കയറിയത്. അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ഇത്രയും പ്രശ്നങ്ങളും അത് മറ്റുള്ളവരെ അനുഭവിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ല. എന്റെ പാവം ചേട്ടൻ മൂക്കൊക്കെ. പാവം ചേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാൻ ഇറങ്ങിപ്പോ. ഞാൻ ആ ജോത്സ്യന്റെ കാര്യം ഇപ്പൊ എവിടെ നിന്ന്? ആ ജോത്സ്യൻ എവിടെ നിന്ന് വന്നിപ്പോ? ആ ജോത്സ്യൻ പറയുന്ന എല്ലാം അച്ചട്ട. അയാൾ പറയുന്ന എല്ലാമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അവിടെ ഉള്ളപ്പോ വിശ്വാസമാ അത്. അവിടെ ഇല്ലാത്തപ്പോ എങ്ങനെ കുഴപ്പം വന്നപ്പോ? എങ്ങനെ ഒരു അമ്പലത്തിലും പോലെ ദൈവവിശ്വാസം ഇല്ലാണ്ട് നടക്കുമല്ലേ ഓരോന്നും ഇല്ല പരിഷ്കാരികള്. ഓ വേണ്ട, അമ്മയ്ക്ക് കുറെ ഓവറായിട്ടുള്ള ദൈവവിശ്വാസ. പരിധിക്ക് മതി. ഞങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട് എന്ന് വെച്ച് ഞങ്ങൾ അമ്മയെ പോലെ ജോത്സ്യനെ ഒന്നും കണ്ടോണ്ട് നടക്കുന്നില്ല. ഓ എന്നെ പരിധി പഠിപ്പിക്കാൻ വന്ന ഞാൻ എന്നെ കൊണ്ട് പറയിക്കരുത്. വിളിച്ചോണ്ട് പോവളേയും കൂടെ. ചേച്ചി പോയതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ പോണം. അമ്മ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോക്കോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം. അമ്മ ആരോടെ ജീവിക്കും? വെറുതെ അല്ല, സുമതി അമ്മ പറഞ്ഞ എല്ലാം കറക്റ്റ്. ഇവരെ ഉണ്ടല്ലോ എനിക്ക്. ആ സുമതി അമ്മ വേണം ആദ്യം തല്ല അല്ലേ വന്നേക്കും. അതേടി ചേട്ടൻ പോയി ആ ചേച്ചിനെ വിളിച്ചോണ്ട് പോയി. അമ്മ ഇവിടെ പലതും പറയും, പല പ്രശ്നമുണ്ടാവും. ചേട്ടൻ ഒന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കണം. വിളിച്ചോണ്ട് വാ. ഒന്നിനും ഞാൻ അല്ലെങ്കിൽ അവളെ നീ എന്ന് ഇവിടെ വിളിച്ചോണ്ട് വരാം. അന്ന് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോവും. അമ്മയ്ക്ക് എന്തോ അവളോട് ഇത്ര ദേഷ്യം? അവളമ്മ എന്ത് ചെയ്യാൻ വന്നു? എടാ ജോത്സ്യം പറഞ്ഞേടാ, നീ ജാതകം നോക്കിയിട്ടാണോ അവിടെ അത് ചെയ്തത്? അമ്മയ്ക്ക് കുറെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ചുള്ള വിവരവും ബോധം അമ്മയ്ക്കില്ല. അതുകൊണ്ട് അമ്മ ഇതിവിടെ ഇത്രയും പ്രശ്നങ്ങളോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ചേട്ടൻ പോയി ആ ചേച്ചിയെ വിളിച്ചോണ്ട് പോവാ. അതാണ് നല്ലത്. കുറെ വിവരമുള്ള നിന്റെ മനസ്സിൽ ഇങ്ങനെ വല്ല തോന്നലുണ്ടെങ്കിൽ മോളെ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ എടുക്കത്തില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നതിന് വിളിച്ചോടി പോവാ. വഷളാക്കി വെച്ചിരിക്കുന്ന കണ്ടോടാ നീ. അമ്മേ ഞാൻ എന്തായാലും അവളെ ഇവിടെ വിളിച്ചോണ്ട് വരും. അവളിവിടെ വരണം. അവൾ ഉണ്ടേലും ഇല്ലേലും ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. അത് നിങ്ങളുടെ ജോലിസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല ഇവിടെ വേറൊരു പ്രശ്നവും ഇല്ല. ചേട്ടൻ പോയി വിളിച്ചോണ്ട് പോയാ. ഞാൻ വിളിച്ചോണ്ട് വരും എന്തായാലും. ഇതൊക്കെ എവിടെ കിട്ടി എനിക്ക്? ഹലോ സുമതി അമ്മേ, നീ പറഞ്ഞില്ല സത്യാടി. ആ ചെറുക്കനുണ്ടല്ലോ പോയിരിക്കുവാ പെണ്ണിനെ കൊണ്ടുവരാൻ. ആ ചെറുക്കൻ വെറും പെങ്കോന്തനാടി. ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത്. വിളിച്ചോണ്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കണം നോക്കിയോ. ബാക്കിയേ അവര് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഓവർ ആഹാ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോ. അത് ശരി. അപ്പൊ എന്നെ പറയൂട്ട് നീയൊക്കെ ഇവിടെ സൂഹിക്കാനല്ലേ? നടക്കൂല. ഇതേ എന്റെ വീടാ, ഞാനിവിടെ താമസിക്കും. അമ്മയുടെ വീടൊന്നും അച്ഛന്റെ വീടാ ഇത്. അച്ഛന്റെ വീടാ. നിനക്ക് എന്താണ് അച്ഛനുണ്ടായത്? എന്റെ ഭർത്താവായിട്ടല്ല നിന്റെ അച്ഛനായത്. അപ്പൊ ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശി ഭാര്യയെ ഞാനാ. നീ ഇറങ്ങിപ്പോ അവളെ വിളിച്ചോണ്ട്. അല്ല പിന്നെ എന്റെ അച്ഛന്റെ വീടാ, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഞങ്ങള് എന്നാലേ നിങ്ങളുടെ അച്ഛന്റെ വീട്ടിൽ തങ്ങ് താമസിച്ചോ. എടാ ഇനി അമ്മ പറഞ്ഞ പോലെ ശരിക്കും ഞാൻ വന്നതിന്റെ വല്ല കാലദോഷം ഇതോ ഒന്ന് അയച്ചു നീ പറ്റുമോ? കണ്ടോ, ഇതെല്ലാം വെച്ച ഒപ്പിരല്ലേ ഇതില്ല. എടാ പാവുണ്ട്. അമ്മ എന്തോരം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് ആവശ്യമുണ്ട്. അപ്പൊ നീ അവരുടെ സൈഡായോ?